വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു വിങ്സ് ഓൺലൈൻ. നമ്മളിന്ന് ക്ലാസ് 8 പാർട്ട് 1 ഇംഗ്ലീഷ് ബുക്കിലെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ദ ആസ്ട്രോണമർ എന്ന് പറഞ്ഞ ഒരു പോയത്തിലെ മേജർ ആയിട്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് എഴുതിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള വളരെയധികം മനോഹരമായിട്ടുള്ള ഒരു പോയാണ് ദ ആസ്ട്രോണമർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ ഒരു പേര് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങളൊന്നും പോയത്തിലില്ല. ചെറിയ രണ്ട് കുട്ടികളുടെ കഥ പറയുന്ന ഒരു കുഞ്ഞു പോയാണ് ദ ആസ്ട്രോണമർ. അപ്പോ നമുക്കറിയാം ഈ വർഷം തൊട്ട് നമുക്ക് എന്ത് ചോദിക്കുന്നുണ്ട്, ഈ പറയുന്ന അപ്രിസിയേഷൻസ് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്രിസിയേഷൻ അല്ലെങ്കിൽ ഒരു ചെറിയ പാരഗ്രാഫ് റൈറ്റിംഗ് ആയിട്ടാണ് ഇത് ചോദിക്കാറ്. അപ്പോ ഈ പറയുന്ന അപ്രിസിയേഷൻ ഏത് രീതിയിൽ എഴുതാം, എങ്ങനത്തേക്കാണ് വരാന്നൊക്കെ നമുക്ക് ഏകദേശം ഒരു ഊഹമുണ്ട്. നമുക്ക് ആ ഒരു സിലബസ് ഉണ്ടാകുന്ന ആ ഒരു പോയെടുക്കും, അതിന്റെ കുറച്ച് ലൈൻസ് വരും, അതിനെപ്പറ്റി ഒരു പാരഗ്രാഫ് റൈറ്റിംഗ് അല്ലെങ്കിൽ ഒരു ചെറിയ അപ്രിസിയേഷൻ എന്നൊക്കെ പറയുന്ന ആ ഒരു ക്വസ്റ്റ്യൻ വരാം. പാരഗ്രാഫ് റൈറ്റിംഗ് ആയാലും അപ്രിസിയേഷൻ ആയാലും നമുക്ക് ഇപ്പോൾ തൽക്കാലം ഇതാണ് പഠിക്കേണ്ടത്. അപ്പോ ഇത് ബേസിക്കലി ആ ഒരു പോയതിന്റെ ഒരു ടോട്ടൽ സമ്മറി ഒക്കെയാണ് പറയുന്നത്. അപ്പൊ നമുക്ക് പോയ എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാല്ലേ. അപ്പൊ അതിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ പോയത്തിൽ ബേസിക്കലി രണ്ട് കുട്ടികളുടെ കാര്യങ്ങളാണ് പറയുന്നത്. ഒരു ചേട്ടനും ഒരു അനിയനും, രണ്ട് കുട്ടികളുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും വയസ്സ് വ്യത്യാസമുണ്ട്. ഒരാൾ ചേട്ടനാണ്, ഒരാൾ അനിയനുണ്ട്. അപ്പൊ ചെറിയ കുട്ടിയുടെ ആ ഒരു ഇന്നസെൻസും ഈ പറയുന്ന വലിയ കുട്ടിക്ക് എന്താണ് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ ആ ഒരു രണ്ട് സംഭവങ്ങളോട് കൂട്ടിക്കലർമുണ്ടാവുന്ന ഒരു സംഭവം. രണ്ടുപേര് പറയുന്ന കാര്യങ്ങളും സത്യമുണ്ട്. രണ്ടുപേരും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് ഭയങ്കര ബുദ്ധിമുട്ടുവാണെന്നുള്ള ഒരു സംഭവം ഓതേഴ്സ് അല്ലെങ്കിൽ റീഡേഴ്സിന് പെട്ടെന്ന് കിട്ടും. അതായത് ഒരു കുട്ടി ആകാശത്തേക്ക് നോക്കി, അനിയൻ ആകാശത്തേക്ക് നോക്കി, മൂണിനെ പെട്ടെന്ന് അങ്ങോട്ട് കിട്ടില്ലേ, മൂന്നിന്റെ അവിടെ പിണങ്ങി നടക്കുന്നു, അതിന് പെട്ടെന്ന് അങ്ങോട്ട് എടുത്തുകൂടി എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ ചേട്ടൻ എന്താണ്, നീ സില്ലി ആയിട്ടാണ് പറയുന്നത്, അതൊരിക്കലും നമുക്ക് എടുക്കാൻ പറ്റില്ല, മൂന്ന് അത്ര ദൂരാന്ന് പറയുമ്പോൾ ഈ കുട്ടി എന്താണ്, ചേട്ടൻ എന്താണ് ഇതൊന്നും അറിയില്ലേ എന്നങ്ങനെ കളിയാക്കി തിരിച്ചു ചോദിക്കും. അപ്പൊ നമുക്കറിയാം ആ കുട്ടിക്ക് അത്രത്തോളം നിഷ്കളങ്കതയുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. പക്ഷെ എന്താണ്, ചേട്ടനറിയാം ഈ പറയുന്ന മൂൺ എന്താണ് ഒരുപാട് ദൂരെയാണ്, ആർക്കും അത്ര പെട്ടെന്നൊന്നും ഈ പറയുന്ന മൂണിന് എടുക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ നോക്കുന്ന ആ ഒരു കൊച്ചു കുഞ്ഞിന് എന്താണ്, ഇത് തൊട്ടടുത്തുള്ള ഒരു സാധനം പോലെയാണ് തോന്നി. അത് ഒരു മരത്തിന്റെ ഇടയിലൂടെ നോക്കുമ്പോൾ ആ മരത്തിന്റെ ഇടയിൽ കുടുങ്ങി കിടക്കുകയാണ്, അവ വേണമെങ്കിൽ പോയി എടുത്തുകൂടി എന്നൊക്കെയാണ് അതിന്റെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ അതിന്റെ ഒരു ചോദ്യം. അപ്പം എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്, അമ്മ ജനലിൽ കൂടെ നമ്മളോടൊക്കെ കളിക്കുമ്പോൾ അമ്മ നമ്മൾ ചിരിക്കും ജനലിൽ കൂടെ. അപ്പൊ അമ്മ എന്താ, അമ്മ ഒരുപാട് ദൂരെയാണോ, അല്ലല്ലോ, വേണമെങ്കിൽ അമ്മനെ പോയി നമുക്ക് തൊടാം, അങ്ങനെയൊക്കെ ചോദിക്കാണ്. അപ്പൊ ഇവൻ അത് ഒരുപാട് വലുതാണ് പറയുമ്പോൾ പറഞ്ഞ് നമ്മുടെ അടുത്ത് അമ്മ നമ്മളൊന്ന് കിസ് ചെയ്യാൻ വേണ്ടി അമ്മ നമ്മുടെ അടുത്ത് ഇങ്ങനെ കുഞ്ഞു വരുമ്പോ എന്താണ്, നമ്മുടെ തല അത്ര വലുതാണോ, അല്ലല്ലോ. അപ്പൊ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചോദിക്കുമ്പോൾ വളരെയധികം ഫണ്ണി ആയിട്ടാണ് ഒരു പോയം പോകുന്നത്. അപ്പോ ആ ഒരു പോയത്തിന്റെ ഒരു അപ്രിസിയേഷൻ അല്ലെങ്കിൽ രണ്ട് പാരഗ്രാഫ് ആയിട്ടുള്ള ഒരു പാരഗ്രാഫ് റൈറ്റിംഗ് വന്നാൽ എങ്ങനെയാണ് എഴുതേണ്ടത് നമുക്ക് നോക്കാം. അപ്പോ ഇതാണ് നമ്മുടെ ഒരു അപ്രിസിയേഷൻ. The poem The Astronomer by Rabindranath Tagore shows the difference between a child and his elder brother. അപ്പോ ഈ ഒരു പോയത്തിന്റെ പേര് എന്താണ്, ദ ആസ്ട്രോണമർ എന്നാണ് ഈ പോയത്തിന്റെ പേര്. രവീന്ദ്രനാഥ് ടാഗോർ ആണ് എഴുതിക്കുന്നത്. ഇതെന്താണ് ഈ പോയം കാണിക്കുന്നത്, ഷോസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ചൈൽഡ് ആൻഡ് ഹിസ് എൽഡർ ബ്രദർ. ഇതിൽ പറയുന്ന കഥയിൽ രണ്ട് കുട്ടികളുടെ കാര്യമാണ് പറഞ്ഞത്. ഒരു ചെറിയ കുട്ടിയുണ്ട്, ഒരു ചൈൽഡും ഉണ്ട്, ആ കുട്ടിയുടെ എൽഡർ ബ്രദർ ഉണ്ട്. അപ്പൊ ഇവര് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് ഈ പോയത്തിലൂടെ പറയുന്നത്. ദ ചൈൽഡ് വാണ്ട്സ് ടു ക്യാച്ച് ദ മൂൺ. അപ്പൊ എന്താണ് ഈ കഥയിൽ അല്ലെങ്കിൽ ഈ ഒരു കവിതയിൽ ആ ഒരു കുട്ടിക്ക് ഈ പറയുന്ന മൂണിനെ പെട്ടെന്ന് പിടിക്കണം, ക്യാച്ച് ചെയ്യണം എന്നാണ് ആ ഒരു കുട്ടിയുടെ ആഗ്രഹം, അല്ലെങ്കിൽ അത് ചെയ്യാൻ ആഗ്രഹിക്കും, അല്ലെങ്കിൽ അത് ചെയ്യാൻ നോക്കുന്നത്. ബട്ട് ദാദ എന്നാണ് ചേട്ടനെ വിളിക്കുന്നത്. ബംഗാളിയിൽ ദാദ എന്ന് പറയുന്നത് ചേട്ടനെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ദാദ എന്ന് പറയുന്നത്. ബട്ട് ദാദ ലോസ് ആൻഡ് കോൾസ് ഹിം സില്ലി. പക്ഷെ എന്താണ്, ഈ കുട്ടി ഈ പറയുന്ന മൂണിനെ പെട്ടെന്ന് പിടിക്കണം എന്ന് പറയുമ്പോൾ ചേട്ടൻ ആ കൊച്ചിനെ എന്താ തിരിച്ചു വിളിക്കുന്നത്, സില്ലി എന്നാണ് പറയുന്നത്. ചേട്ടൻ ചിരിച്ച് തള്ളാണ്. ലോസ് ആൻഡ് കോൾസ് ഹിം സില്ലി, നീ ഇത് നിസ്സാര കാര്യം പറഞ്ഞു, നീ എന്താണ് പൊട്ടനാണോ, കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഞാനീനെ കളിയാക്കിക്കൊണ്ട് പറയണത് അത്ര നിസ്സാരമായിട്ടാണ് തള്ളിക്കറിയണം അവൻ ആ പറയുന്ന കാര്യം. പക്ഷെ നമുക്കറിയാം ആ കുട്ടി അത്ര നിഷ്കളങ്കതയോടുകൂടി അത് ചോദിക്കുന്നതും പറയുന്നതും. പക്ഷെ ചേട്ടനറിയാം അത് നടക്കുന്ന കാര്യമില്ലാത്തതുകൊണ്ടാണ് ചേട്ടൻ തിരിച്ച് കളിയാക്കി അവനെ വിടുന്നത്. ടു ദ ചൈൽഡ് ദ മൂൺ ലുക്സ് ക്ലോസ്. അപ്പൊ ഈ കുട്ടിക്ക് എന്താണ് തോന്നുന്നത്, ഈ കുട്ടിക്ക് ആ ഒരു ചെറിയ കുട്ടിക്ക് മൂൺ ഈ പറഞ്ഞ ചന്ദ്രൻ വളരെ അടുത്തായിട്ടാണ്, ക്ലോസ് ആയിട്ടാണ് തോന്നുന്നത്. ലൈക്ക് മദർ സ്മൈലിംഗ് ഓർ ബെൻഡിങ് ടു കിസ്. എങ്ങനെ തൊട്ടടുത്ത് നിൽക്കുന്ന ആ ഒരു തൊട്ടടുത്ത ജനലിലൂടെ നോക്കുന്ന ഒരു അമ്മ എത്ര അടുത്തായിരിക്കും ചിരിച്ചോണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇവരെ കിസ് ചെയ്യാൻ വരുന്ന അമ്മ ഇങ്ങനെ കുനിഞ്ഞു വരും, ബെൻഡ് ചെയ്ത് വരുമ്പോൾ അമ്മ തൊട്ടടുത്തില്ല. അപ്പൊ അത്രയും അടുത്ത് നിൽക്കുന്ന അമ്മേനെ പോലെയാണ് ഈ പറയുന്ന കുട്ടിക്ക് ആരെ തോന്നുന്നത്, മൂണിനെ തോന്നുന്നത്. This shows the innocence and curiosity of children. അപ്പോ ഇത് നമുക്ക് കാണിച്ചിരുന്നത് എന്താണ്, എത്ര നിഷ്കളങ്കരാണ് നമ്മുടെ കുട്ടികൾ, അതേപോലെ തന്നെ എത്ര ക്യൂരിയസ് ആണ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടെന്നൊക്കെയാണ് ഈ ഒരു പോയത്തിലൂടെ നമുക്ക് ആ കുട്ടിയുടെ ഭാഗത്ത് നോക്കുമ്പോൾ മനസ്സിലാവും. ദ പോയം ടെൽസ് us that children imagine in a special way. അതേപോലെ തന്നെ പോയം നമുക്ക് എന്താണ് പറയുന്നത്, കുട്ടികളുടെ ചിന്താശേഷി അല്ലെങ്കിൽ കുട്ടികൾ ചിന്തിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലൂടെയാണെന്നും കൂടി നമുക്ക് ഇതിൽ കൂടെ മനസ്സിലാവുന്നത്. Their ideas may look simple. ഇവരുടെ ഐഡിയാസ് എന്നാണ് വളരെ സിമ്പിൾ ആയിട്ട് തോന്നാം. നമുക്ക്
ഒരു മൂന്നെ പിടിക്കുമോ, മൂന്നെ പോയി പിടിക്കാന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ സിമ്പിൾ ആണെന്ന് നമുക്ക് തോന്നും. ബട്ട് ദേ ആർ ഫുൾ ഓഫ് വണ്ടർ. പക്ഷെ എന്താണ്, അത് ഈ പറഞ്ഞ സിമ്പിളും ആണ്, വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് വണ്ടർ അടിക്കുന്ന ഒരു ടൈപ്പ് സംഭവം. അവരെ സംബന്ധിച്ചോളം അത് വളരെയധികം വലിയൊരു കാര്യമാണ്. നമുക്കറിയാം ഇതൊക്കെ നിസ്സാരം, ഒരു കുട്ടിക്ക് ആകാശത്തുള്ള നക്ഷത്രം വേണം എന്ന് പറഞ്ഞാൽ അത് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ എടുക്കുള്ളൂ. പക്ഷെ കുട്ടിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വണ്ടർ അടിക്കുന്നതിൽ ഒരു ഭയങ്കര ആകസ്മികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ദാറ്റ് മേക്സ് ദി പോയം സ്വീറ്റ് ആൻഡ് ലവ്ലി. ഈ ഒരു കാര്യമാണ് പോയത്തിന് എന്താണ് വളരെ മനോഹരമാക്കുന്നത്, വളരെ ലവ്ലി ആയിട്ട് തീർക്കുന്നത്. അപ്പൊ വളരെ സിമ്പിൾ ആണ്, ചെറിയ 2 പാരഗ്രാഫുകളും ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം. ഇനി നമുക്കറിയാം പോയറ്റിൽ നിന്ന് അടുത്തായിട്ട് വരുന്ന എന്താണ്, നോർമലി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് വരിക. അതായത് 4 പോയറ്റിന്റെ ലൈൻസ് വരും, അതിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്ന ആ ഒരു സെക്ഷൻ. അപ്പോൾ നമുക്ക് ബേസിക്കലി അത് ആ ഒരു പോയറ്റിലുള്ള ഇൻക്ലൂഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം. ഹു ആർ ദ 2 ക്യാരക്ടേഴ്സ് ഇൻ ദ പോയം? 4 വരി നമ്മൾ ചോദിക്കണം. ഈ ഒരു പോയറ്റിൽ ഏതൊക്കെ 2 ക്യാരക്ടേഴ്സ് നമ്മളെ പോയറ്റിലുള്ളൂ, അത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്താണ്, ദ ചൈൽഡ് ആൻഡ് ദാദ. ദാദ എന്ന് പറയുന്നത് എൽഡർ ബ്രദർ, മൂത്ത സഹോദരനാണ് ഈ പറയുന്ന ദാദ എന്ന് പറയുന്നത്. അപ്പോൾ 2 ക്യാരക്ടേഴ്സ് ആരാണെന്ന് ചോദിച്ചാൽ ആരൊക്കെയാണ്, ദ ചൈൽഡ്, ഇതിലൊരു കുട്ടിയുണ്ട്, ഒരു ചെറിയ കുട്ടിയുണ്ട്, ആൻഡ് ദാദ. ദാദ ആരാണ്, എൽഡർ ബ്രദർ. അപ്പൊ ചൈൽഡ് ആൻഡ് ബ്രദർ എന്ന് എഴുതിയാലും ശരിയാണ്, ദ ചൈൽഡ് ആൻഡ് ദാദ എന്ന് എഴുതിയാലും ശരിയാണ്. അടുത്താണ് വാട്ട് ഡസ് ദ ചൈൽഡ് വാണ്ട് ടു ക്യാച്ച്? കുട്ടിക്ക് എന്തോ ഒരു സാധനം ക്യാച്ച് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അത് എന്ത് സാധനമാണ്? ദ ചൈൽഡ് വാണ്ട് ടു ക്യാച്ച് ദ മൂൺ. എന്തിനാണ് ക്യാച്ച് ചെയ്യേണ്ടത്? മൂൺ. ഇവിടെ വെറുതെ മൂൺ എഴുതിയാൽ നമുക്ക് മാർക്ക് കിട്ടും. ദ ചൈൽഡ് വാണ്ട്സ് ടു ക്യാച്ച് ദ മൂൺ എഴുതിയാൽ മാർക്ക് കിട്ടും. അപ്പോൾ വെറുതെ 1 മാർക്കിന് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ എന്താണ്, ജസ്റ്റ് ഒന്ന് മൂൺ എഴുതിയാൽ നമുക്ക് അവിടെ 1 മാർക്ക് ഈസി ആയിട്ട് കിട്ടും. അടുത്ത ചോദ്യമാണ്, വൈ ഡസ് ദാദ കോൾ ദി ചൈൽഡ് സില്ലി? എന്തുകൊണ്ടാണ് ദാദ കുട്ടീനെ സില്ലി ആക്കി, സില്ലി എന്ന് പറഞ്ഞ് വിളിച്ചു ചിരിച്ചതാളുന്നുണ്ട്, അത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുകയാണ്. അപ്പോ ബിക്കോസ് ഹി തിങ്സ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ക്യാച്ച് ദ മൂൺ. കുട്ടി എന്താ പറയുന്നത്, മൂണെ പിടിക്കണം എന്നാണ് പറയുന്നത്, ക്യാച്ച് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോഴാണ് ദാദ സില്ലി എന്ന് പറഞ്ഞ കൊച്ചിനെ വിടുന്നത്. എന്തുകൊണ്ടാണ്, ഈ ദാദക്കറിയാം അതൊരു ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്, മൂണെ ചെന്ന് പിടിക്കുക എന്ന് പറയുന്നത് ഒരു നടക്കാത്ത കാര്യമാണെന്ന് അറിയാം. അതുകൊണ്ടാണ് അവൻ അങ്ങനെ സില്ലി എന്ന് പറഞ്ഞു വിടുന്നത്. ഹൗ ഡസ് ദ ചൈൽഡ് കമ്പയർ ദ മൂൺ ടു ഹിസ് മദർ? എങ്ങനെയാണ് നമ്മുടെ ഈ കവിതയിലെ കുട്ടി മൂണിനെ അമ്മയോട് കമ്പയർ ചെയ്യുന്നത്? The child sees the moon is like a mother smiling from the window or bending to kiss. അപ്പൊ പറയാണ് the child, ഈ കുട്ടി പറയുന്നതാണ് the child sees the moon is like a mother smiling from the window. ഈ പറയുന്ന ജനൽപ്പാളിയുടെ ഇടയിൽ കൂടെ ഞങ്ങളെ നോക്കി ചിരിക്കുന്ന അമ്മേനെ പോലെയാണ് കുട്ടി മൂണിനെ കമ്പയർ ചെയ്ത് വെക്കുന്നത്. മൂണിനെ പിടിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ മൂൺ അത്ര ദൂരെയാന്ന് പറയുമ്പോൾ എന്താണ് പറയുന്നത്, അമ്മ നമ്മൾ ജനൽപ്പാടി നോക്കുമ്പോൾ അത്ര ദൂരെയാണോ, ഇല്ലല്ലോ, അമ്മ പിന്നെ നമ്മുടെ അടുത്തല്ലേ കുട്ടി ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഓർ ബെൻഡിങ് ടു കിസ്, അല്ലെങ്കിൽ ഈ പറയുന്ന മൂൺ വലുതാന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്, അമ്മ ഈ പറയുന്നത് നമ്മളെ കിസ് ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്ത് വരുമ്പോ നമുക്ക് അമ്മ അത്ര വലുതാണോ, അല്ല. അപ്പൊ ആ 2 സ്ഥലത്താണ് അമ്മേനെ മൂണിനോട് കമ്പയർ ചെയ്ത് വെക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡസ് ദി പോയം ഷോ അബൌട്ട് ദി ചൈൽഡ്സ് വേ ഓഫ് തിങ്കിങ്? കുട്ടിയുടെ ചിന്തിക്കുന്ന ആ ഒരു ശേഷിനെ കുറിച്ച്, അല്ലെങ്കിൽ കുട്ടി ചിന്തിക്കുന്ന ആ ഒരു വഴിയെ പറ്റി എന്താണ് പറയുന്നത്? ഇറ്റ് ഷോസ് ദ ചൈൽഡ്സ് ഇന്നസെൻസ്, ക്യൂരിയോസിറ്റി ആൻഡ് ഇമാജിനേഷൻ. ഇതെന്താ പറയുന്നത്, ഈ പറയുന്ന കുട്ടിക്കുള്ള ആ ഒരു നിഷ്കളങ്കതയും അതേപോലെ തന്നെ അറിയാനുള്ള ആഗ്രഹവും ക്യൂരിയോസിറ്റിയും അതേപോലെ തന്നെ അതിന്റെ ഇമാജിനേഷൻസ് ഒക്കെയാണ് ഈ പറയുന്ന ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. 6th ക്വസ്റ്റ്യൻ ആണ്, പിക്ക് ഔട്ട് എ ലൈൻ ഫ്രം ദി പോയം ദാറ്റ് ഷോസ് ദ ചൈൽഡ്സ് ഇന്നസെൻസ്. ഈ കവിതയിൽ നിന്ന് ഏതെങ്കിലും ലൈൻ നമ്മൾ സെലക്ട് ചെയ്യണം. ആ ലൈൻ എന്തിനെ പറ്റിയെന്ന് വെച്ചാൽ കുട്ടിയുടെ നിഷ്കളങ്കത സൂചിപ്പിക്കുന്ന ഒരു ലൈൻ. അത് ഏത് ലൈനാണ്? വെൻ മദർ ബെൻസ് ഹർ ഫേസ് ഡൗൺ ടു കിസ് us ഡസ് ഹർ ഫേസ് ലുക്സ് വെരി ബിഗ്. അമ്മ നമ്മളെ കിസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ അടുത്ത് തന്നെ കുനിഞ്ഞ് ബെൻഡ് ചെയ്ത് വരുമ്പോൾ അമ്മയുടെ മുഖം നിങ്ങൾക്ക് വലുതായിട്ട് തോന്നുന്നുണ്ടോ എന്ന് ചേട്ടനോട് ചോദിക്കുന്നില്ലേ? ആ ഒരു ഭാഗം അത് എത്ര നിഷ്കളങ്കതയോടുകൂടിയാണ് കുട്ടി പറയുന്നില്ലേ, അതാണ് ഇന്നസെൻസിനെ സൂചിപ്പിക്കുന്ന ആ ഒരു ലൈനായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 1, 2, 3 6 ക്വസ്റ്റ്യൻസ് ആണ് പഠിച്ചത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തായിട്ട് വൊക്കാബുലറി സെക്ഷൻസിൽ എന്ത് വരും എന്ന് നോക്കാം. നമുക്കറിയാം വൊക്കാബുലറി എന്ന് വെച്ചാൽ എന്താണ്, വേർഡ്സ്, മീനിങ്സ്, ആന്റണിംസ്, ഓപ്പോസിറ്റ്സ്, ഇതൊക്കെ പറയുന്ന ആ ഒരു സെക്ഷൻ ആണ് വൊക്കാബുലറി. അപ്പൊ എപ്പോഴും എന്താണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കൊണ്ട് നമ്മളെ പോയറ്റിൽ നിന്ന് കാണാറുണ്ട്. അപ്പൊ വളരെ സിമ്പിൾ ആണ്. ഫൈൻഡ് എ വേർഡ് ഇൻ ദ പോയം ദാറ്റ് മീൻസ് ഫണ്ണി ഓർ ഫൂളിഷ്. ഈ ഒരു പോയത്തില് എല്ലാം നമുക്ക് തന്നിക്കുന്ന ആ ഒരു 4 വരികളിൽ എവിടെയാണ് ഫണ്ണി അല്ലെങ്കിൽ ഫൂളിഷ് ആയിട്ടുള്ള അർത്ഥങ്ങൾ എന്നൊക്കെ പറയുന്ന ഏതെങ്കിലും രീതിയിലുള്ള ഒരു വേർഡ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ആ ഒരു വേർഡിട്ട് മാച്ച് ചെയ്ത് തന്നെ ഇതിലത്തെ ആ ഒരു മെയിൻ വേർഡാണ് സില്ലിയസ്റ്റ്. കുട്ടിനെ ഇടയ്ക്കിടയ്ക്ക് ചേട്ടൻ പറയുന്നതാണ് സില്ലിയസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ സില്ലി എന്ന് പറഞ്ഞ് വിടുന്നുണ്ട്. അപ്പൊ ആ ഒരു വേർഡ് ഏതാണെന്ന് വെച്ചാൽ ഫണ്ണി അല്ലെങ്കിൽ ഫൂളിഷ് ഉള്ള ഒരു അർത്ഥം, മണ്ടത്തരവും പൊട്ടത്തരവും അതേപോലെ തന്നെ ഫണ്ണ് ആഡ് ചെയ്തത്, വളരെയധികം ഇൻസൾട്ട് ചെയ്ത് പൊട്ടെന്ന് പറയുന്നൊന്നുമല്ല, പക്ഷെ ഒരു രസത്തോടു കൂടി ഫൂളിഷ്നെസ് എന്നൊക്കെ പറയുന്ന ആ ഒരു വേർഡ് ആയിട്ട് ഇവിടെ എന്താ പറയുന്നത്, സില്ലിയസ് എന്ന് പറഞ്ഞ വേർഡിനാണ് ഇവിടെ അങ്ങനെ ഒരു മീനിങ് ഉള്ളത്. ഫൈൻഡ് ദ വേർഡ് ഇൻ ദ പോയം ദാറ്റ് മീൻസ് സംതിങ് വിത്തൗട്ട് സെൻസ്. സെൻസ് ഇല്ല എന്ന് ഉള്ള അർത്ഥം വരുന്നത് ഒരു വേർഡ്. നമുക്ക് ഇത് പോയം കാണാണ്ട് നമുക്ക് പോയം അറിയണം എന്നില്ല, അതിന്റെ മീനിങ് എന്താണെന്ന് അറിയാൻ അല്ലെ. നോൺ സെൻസ് ഉള്ള വേർഡാണ്. നോൺ സെൻസ് അർത്ഥം എന്താ, സെൻസ് ഇല്ലാത്തത്. അപ്പോൾ മീൻ സംതിങ് വിത്തൗട്ട് സെൻസ്, സെൻസ് ഇല്ലാത്തതെന്ന് പറഞ്ഞ അർത്ഥം വരുന്നത് നോൺ സെൻസ് പറഞ്ഞ വേർഡാണ്. ഗിവ് എ സിനോണിം ഫോർ ഇമാജിനേഷൻ. സിനോണിം എന്ന് പറഞ്ഞാൽ എന്താണ്, സെയിം അർത്ഥം വരുന്ന മറ്റൊരു വാക്യമാണ് നമ്മൾ സിനോണിം എന്ന് പറയാം. അപ്പോൾ ഇമാജിനേഷൻ എന്ന് പറയുന്ന ആ ഒരു വാക്കിനോട് ഒപ്പം നിൽക്കുന്ന ഒരു വേർഡ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അതേ അർത്ഥം വരുന്ന മറ്റൊരു വേർഡാണ് ക്രിയേറ്റിവിറ്റിയും ഫാൻസി. ക്രിയേറ്റിവിറ്റിയും ഫാൻസിയാണ് ആ 2 വാക്കുകൾ.
ഗിവൻ ആന്റണിം ഫോർ നിയർ. ഇത് വളരെ സിമ്പിൾ ആണ്. ആന്റണിം സിനോണിം എന്ന് പറഞ്ഞാൽ സെയിം അർത്ഥമാണെങ്കിൽ ആന്റണിം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്, നേരെ വിപരീതമായിട്ടുള്ള വാക്ക്. നിയർ എന്ന വാക്കിന് വിപരീതമായിട്ടുള്ള ആ ഒരു വാക്ക് ഏതാണെന്ന് പോയിട്ട് ചോദിച്ചാൽ ഫാർ എന്നുള്ളൊരു വാക്കാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചെറിയ പോയാൽ, വളരെ ചെറിയ പോയാൽ ആ പോയിട്ടിന് ഒരാൾ കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസും അപ്രിസിയേഷൻ ആണ് നമ്മൾ പഠിച്ചത്. അപ്പൊ നിങ്ങൾ ബേസിക്കലി അപ്രിസിയേഷൻ ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം. കാരണം എന്താണ്, ഈ വർഷം മുതലാണ് നമുക്ക് ഇങ്ങനെ അപ്രിസിയേഷൻ അല്ലെങ്കിൽ പാരഗ്രാഫ് റൈറ്റിംഗ് പോയിട്ട് ഇന്ന് ചോദിച്ചു തുടങ്ങിയത്. മുമ്പൊന്നും 8th സ്റ്റാൻഡേർഡിൽ അങ്ങനെ ചോദിക്കാറുണ്ടായിരുന്നില്ല. ഈ വർഷം തൊട്ട് എന്താണ് ഇത് കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്. നമുക്ക് ഓൺ എക്സാമിനൊക്കെ വന്നിട്ട് അപ്പോൾ എന്താ ഈ ഒരു പാരഗ്രാഫ് പഠിക്കുക, അത് പഠിച്ചാൽ തന്നെ നമുക്ക് ബാക്കിയെല്ലാം സിമ്പിൾ ആയിട്ട് കിട്ടും. പിന്നെ പോയിട്ടിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ബാക്കി ഡിസ്കസ് ചെയ്തത്. അപ്പൊ അത്രയാണ് ഈ പോയിട്ടിൽ നിന്ന് പഠിക്കേണ്ടത്. അപ്പൊ അത്രയുള്ള ഈ ഒരു വീഡിയോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.